ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് നമ്മുടെ ഓട്ടംതുള്ളലിൻ്റെ പിക്ചർ പെട്ടെന്നൊന്ന് കളർ ചെയ്യാം. ഫേസാണ് ഇന്ന് ചെയ്യുന്നത്. ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ വാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ടൊന്ന് ഗ്രീൻ വാഷ് ചെയ്തു. സാബ് ഗ്രീൻ മാത്രം വാഷ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് സാബ് ഗ്രീനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ ഉണ്ടാക്കുക. അത് വെച്ചിട്ട് സെക്കൻഡ് വാഷ് കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ മിക്സ് ചെയ്യുക. ഗ്രീനിൻ്റെ കൂടെ കുറച്ച് റെഡ്, ഞാൻ ഈ മ്യൂറൽ റെഡ് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് തന്നെയാണ് കുറച്ച് ആഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളറിൻ്റെ കൂടെ റെഡ് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ കിട്ടും. അപ്പം ഞാനിവിടെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ റെഡ് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ കിട്ടണം, അത്രയേ ഉള്ളൂ. സബ് ഗ്രീൻ്റെ കൂടെ ബേൺസ് ചെയ്യാൻ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഏകദേശം നമ്മൾ ഈ മ്യൂറൽ റെഡ് മിക്സ് ചെയ്തിരിക്കുന്ന ആ കളർ തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഒരുമിച്ചങ്ങ് ചേർക്കരുത് കേട്ടോ, കുറച്ച് ആഡ് ചെയ്ത് എടുക്കുക. സാബ് ഗ്രീൻ കൂടുതലും കുറച്ച് റെഡും മതിയാവും. നമ്മൾ സെക്കൻഡ് വാഷിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് യെല്ലോ മീഡിയം അല്ലെങ്കിൽ യെല്ലോ കളർ കൂടുതലും അതിൻ്റെ കൂടെ കുറച്ച് സാബ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തു. രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് വാഷിന് വേണ്ടി സാബ് ഗ്രീൻ മാത്രം കൊടുത്താൽ ഏറ്റവും നല്ലതാവുള്ളൂ. ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഗ്രീൻ കളറിൻ്റെ മിക്സിംഗ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഗ്രീൻ കളർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം ഏതൊക്കെ പിക്ചറിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ ചെയ്യണം, ഇപ്പോൾ ലീഫ് ആണെങ്കിലും ഫിഗർ ആണെങ്കിലും എല്ലാം ആ മെത്തേഡിൽ ചെയ്താൽ മതി. എല്ലാ തവണയും പറയുന്നത് പോലെ നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ജോലികളിലേക്കൊക്കെ തിരിയുമ്പോൾ ഇതങ്ങ് മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഗ്രീൻ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫേസ് ചെയ്യാൻ പോവാണ്. എപ്പോൾ ചെയ്യുമ്പോഴും ആ ഔട്ട്ലൈനിലൊന്ന് ഡാർക്കാക്കി കൊടുക്കുക. നമ്മൾ ആ ലൈനിനോട് ചേർത്തൊന്ന് വരയ്ക്കുക. എന്നിട്ട് ബിന്ദുജം രീതിയിലാണ് ഷെയ്ഡിങ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ബിന്ദുജം രീതിയാണ് ചെയ്യുന്നത്. അതിന് 000 ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ട്ലൈനിലൂടെ ചേർത്ത് വരച്ചിട്ട് അതിനോട് ചേർത്ത് തന്നെ ചെറിയ ഡോട്ട്സ് ഇട്ട് മിഡിലേക്ക് കൊണ്ടുവരിക. ഫേസ് ചെയ്യുമ്പം പൊതുവേ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, ഫേസ് ചെയ്യുമ്പോൾ ശരിയാകുമെന്ന്. ഒന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫേസിൻ്റെ ഔട്ട്ലൈനിലൊന്ന് ഡാർക്കാക്കി എടുക്കുക. ഒരുപാട് ഡാർക്കാക്കി എടുക്കരുത്. ഫേസൊക്കെ ചെയ്യുമ്പം ഏറ്റവും ലൈറ്റായിട്ട് പെയിൻറ്റ് മിക്സ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ലൈറ്റായിട്ട് ഡോട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റിപ്പീറ്റ് ചെയ്താണ് ആ ഒരു ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലേഡീസിന് കുറച്ചും കൂടെ പറഞ്ഞാൽ മനസ്സിലാവും. മേക്കപ്പ് ചെയ്യുന്നത് പോലെയാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈലൈറ്റഡ് ഏരിയാസ് ഉണ്ട്. അതായത് കവിളിൻ്റെ ഭാഗം, നോസ് ബ്രിഡ്ജ്, പിന്നെ നെറ്റിയുടെ ഭാഗം, താടിയുടെ ഭാഗം, മേൽചുണ്ട്, അതായത് ചുണ്ടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ലൈറ്റായിട്ട് വന്നിട്ട് സൈഡിൽ നിന്ന് ഡാർക്കായിട്ടാണ് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഫേസും ചെയ്താൽ മതി. നെറ്റിയുടെ ഭാഗത്തൊന്ന് ലൈറ്റായിട്ട് വരണം. അതായത് നമ്മൾ ഔട്ട്ലൈനിൻ്റെ അവിടുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റായിട്ട് വേണം നെറ്റിയുടെ ഭാഗത്ത് വരാനായിട്ട്. അതായത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ കളറാണ് കാണേണ്ടത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് വരാം. പക്ഷേ ആ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ കളറിൻ്റെ ലൈറ്റായിട്ടുള്ള കളർ മാത്രമേ അവിടെ വരാവുള്ളൂ. കവിളിൻ്റെ 2 ഭാഗവും ഒന്ന് ലൈറ്റായിട്ടിരിക്കണം. അതിനെ അപേക്ഷിച്ച് അതിൻ്റെ 2 സൈഡിലും കുറച്ച് ഡാർക്കായിട്ട് വരണം. പിന്നെ മൂക്കിൻ്റെ ആ ഒരു ബ്രിഡ്ജ് അത് ലൈറ്റായിട്ട് വേണം. അപ്പം അത് ലൈറ്റായിട്ട് വരണമെങ്കിൽ മൂക്കിൻ്റെ 2 സൈഡിലും കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് എടുക്കണം. പിന്നെ അപ്പർ ലിപ്പിൻ്റെയും ലോവർ ലിപ്പിൻ്റെയും മുകളിലും താഴെ ഒന്നും ഒരുപാട് ഡാർക്കാക്കി എടുക്കരുത്. ആ 2 സൈഡിലും ഒന്ന് ഡോട്ടായി ഇട്ടിട്ട് അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കുക. പിന്നെ എന്താ, താടിയുടെ ഭാഗം അതാണിപ്പോൾ ലോവർ ലിപ്പിൻ്റെ താഴെ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് ലൈറ്റായിട്ടിരിക്കണം. ഇത്രയും ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് അങ്ങ് ഷെയ്ഡ് ചെയ്യുക. ഇനി ഫേസ് ചെയ്യുന്നൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ചൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. മ്യൂറലിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ക്ലാസ്സിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാ താലത്തിൻ്റെയും മെഷർമെൻറ്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഓരോ പിക്ചറും വരയ്ക്കുന്നുണ്ട്. ഫൈനലായിട്ട് ഒരു പിക്ചർ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരച്ച് കളറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കളറിങ്ങും ഷെയ്ഡിങ്ങും എല്ലാം ഈ കോഴ്സിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. കൂടാതെ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിൽ വന്നിരിക്കുന്ന ആളുകൾ അറിയേണ്ടത്, ചെറിയ വീഡിയോസായിട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടു പോവാതെ ഒന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ധാരാളം ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും കാണുകയാണ്. അപ്പോൾ ആ സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ഒന്ന് മനസ്സ് കാണിക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നും എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താൽ മതി. അങ്ങനെ തോന്നുവാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ.
പിക്ചർ ഫുൾ കംപ്ലീറ്റ് ആയി. ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ എല്ലാം ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ ഇടുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇതും എല്ലാം ബ്ലാക്ക് കളർ ഇതെല്ലാം അങ്ങനെ ഓട്ടംതുള്ളലിൻ്റെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഫുൾ ഔട്ട്ലൈൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ടു. ബ്ലാക്ക് കളറിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഇങ്കിൻ്റെ കൂടെ അക്രിലിക്കിൻ്റെ ബ്ലാക്കും കൂടെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം മിഴി തുറക്കാം. അപ്പോൾ കണ്ണുകൾ നമ്മൾ നേരത്തെ തന്നെ റെഡ് കളർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണമണിയിൽ. അതിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ ഒരു കണ്ണിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക, ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ഫൈനലായിട്ട് താഴെയുള്ള ആ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് തന്നെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഇത് കൊടുക്കാം. അതല്ലെങ്കിൽ എല്ലാം ബ്ലാക്ക് എല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം വൈറ്റ് കളർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് രണ്ട് രീതിയിൽ മിഴി തുറക്കുമ്പോൾ ചെയ്ത് കൊടുക്കാമേ. ഒന്നെങ്കിൽ നമ്മൾ റെഡ് കളർ കണ്ണിൽ, അതായത് കൃഷ്ണമണിയിൽ വരയ്ക്കുമ്പോൾ തന്നെ വൈറ്റ് ആയിട്ടൊരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക, ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഫുൾ റെഡും ബ്ലാക്കും എല്ലാം ഇട്ടതിന് ശേഷം ഏറ്റവും അവസാനം ഫൈനലായിട്ട് വൈറ്റ് കളർ വെച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. കൃഷ്ണമണിയുടെ താഴെയായിട്ട് ചെറിയ ഒരു ചന്ദ്രക്കലയുടെ, നേർത്തൊരു ചന്ദ്രക്കലയുടെ ഷേപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മുടെ ഓട്ടംതുള്ളലിൻ്റെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയാം ഇത് വൈകിപ്പോയി എന്നറിയാം, കാരണം വേഗം തന്നെ തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ന്യൂ ഇയറിൻ്റെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. മാത്രമല്ല ഈ പിക്ചർ കുറച്ച് വലുതായതുകൊണ്ട് ഷെയ്ഡ് ചെയ്യാനായിട്ടും സമയമെടുത്തു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ സൈസ് അല്ലെങ്കിൽ കൂടി ഇതിൻ്റെ ചെറിയൊരു സൈസ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ ഫേസ് മാത്രമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഭംഗിയാണ് ഓട്ടംതുള്ളലിൻ്റെ പിക്ചർ. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സന്തോഷമായത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അത് മാത്രമല്ല, വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതൊക്കെ എനിക്കൊരു എന്താ പറയുക, വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറന്നു പോവാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. നമ്മൾ ഈ പിക്ചർ വരച്ച് തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ കൂടെ ട്രഡീഷണൽ ആർട്ടായ പിച്ചുവായി പെയിൻറ്റിങ്ങും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്യാൻവാസിൽ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പെൻസിൽ ഡ്രോയിങ്. ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഓർത്തു ഇതും ഓൾറെഡി വലുതാണ്, അതും വലിയൊരു പിക്ചറായിട്ട് തന്നെ വരച്ചത്. ഇപ്പോൾ രണ്ടും കൂടെ നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് മാറ്റി വെച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഭംഗിയുള്ള പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ മ്യൂറലിൽ വരയ്ക്കുന്ന ആ ഒരു ചിത്രങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. കളേഴ്സും ഒക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് ഈ പിച്ചുവായി പെയിൻറ്റിങ്ങിലെ കളേഴ്സ്. ഇപ്പോൾ കൃഷ്ണൻ്റെ ഫേസും പിന്നെ കുറച്ച് ലോട്ടസും കൂടെ വരച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ ഫേസ് പിച്ചുവായി പെയിൻറ്റിങ്ങിൽ ആ അതേ രീതിയിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മെഷർമെൻറ്റ് എടുത്ത് വരയ്ക്കാം. മ്യൂറലിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് പോലെ തന്നെ മെഷർമെൻറ്റ് എടുത്തൊന്ന് വരയ്ക്കാം. ഇന്നത്തെ വീഡിയോയുടെ കംപ്ലീറ്റ് ആവുകയാണ്. പുതിയ പിക്ചറായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനത്തോടു കൂടി ഇരിക്കുക കേട്ടോ. Bye.